റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂനികുതി പിരിക്കാൻ മാർഗനിർദ്ദേശം. സർവേ രേഖകളിൽ പറയുന്ന ഭൂമിക്കനുസരിച്ച് നികുതി പിരിക്കാം. ഗോപാൽ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, എന്താണ് ഈ പുതിയ മാർഗനിർദ്ദേശം? അനിഷ, ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂനികുതി ഉൾപ്പെടെ പിരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന വിസ്തൃതിക്കനുസരിച്ച് ഇനി മുതൽ ഭൂനികുതി അടയ്ക്കാൻ കഴിയും. സർവേ റെക്കോർഡുകളിൽ ആക്ഷേപമുള്ളവർക്ക് DLRM മുഖാന്തരം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. നേരത്തെ സർവേ റെക്കോർഡിൽ ഭൂവിസ്തൃതി കുറവാണെങ്കിൽ അതിനും, കൂടുതലുണ്ടെങ്കിൽ നിലവിലെ ആധാരത്തിൽ പറയുന്ന അളവിനും മാത്രമേ നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇനി മുതൽ റീസർവേ ഭൂനികുതി എങ്ങനെയാണ് പിരിക്കേണ്ടത് കാര്യത്തിൽ വിശദമായ മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മറ്റ് ആവശ്യങ്ങൾക്കും ഭൂമിയുടെ ക്രയവിക്രയത്തിനും കോറിലേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കണം. എന്നാൽ ഡിജിറ്റൽ സർവേ പ്രകാരം അടയ്ക്കുന്ന നികുതിയുടെ രസീതിൽ ഭൂമിയുടെ പഴയ ബ്ലോക്കും സർവേ നമ്പറും രേഖപ്പെടുത്തിയിരിക്കുമെന്നതിനാൽ ഇത്തരം നടപടികൾ ഒറ്റത്തവണ പരിശോധനകളിൽ സാധ്യമാകുമെന്നതാണ് പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത.